പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം 45 വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ബജറ്റിനെതിരെ കണ്ണമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ബജറ്റിനെതിരെ കണ്ണമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ഈ ഏപ്രിൽ 1 മുതൽ കറണ്ട് ചാർജ് കൂടും, വെള്ളക്കരം കൂട്ടും, നമ്മുടെ ബിൽഡിങ്ങിന് ടാക്സ് വർദ്ധിപ്പിക്കും, എല്ലാത്തിനും വർദ്ധിപ്പിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 6 മാസത്തെ കുടിശ്ശികയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അംഗൻവാടി ടീച്ചർമാർ മുഴുവൻ സമരത്തിലാണ്, ആശാവർക്കർമാർ മുഴുവൻ സമരത്തിലാണ്. 7000 രൂപ മാസം കിട്ടുന്ന ആളുകൾ മുഴുവൻ അവിടെ പോയിരിക്കുക. കാരണം 3 മാസമായി അവർക്ക് ഈ പറയുന്ന ശമ്പളമില്ല. 1 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. 7000 രൂപയ്ക്ക് അപ്പുറമാക്കും എന്ന് പറഞ്ഞവരാണ്. 1 രൂപ പോലും വർദ്ധിപ്പിച്ചില്ല. പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് വർദ്ധിപ്പിച്ചില്ല. 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പിരിച്ചുവിട്ടു. 25 മാസത്തെ പെൻഷൻ ആനുകൂല്യമാണ് കൊടുക്കാനുള്ളത്. ആർക്കാ കൊടുക്കാനുള്ളത്? ഈ വേർപ്പൊഴുക്കി ഈ പൊരി വെയിലത്ത് നിന്ന് കഠിനാധ്വാനം നടത്തി പണി ചെയ്ത് അവന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അവൻ കൊണ്ടുപോയി അംശാദായം അടച്ച്. മണ്ഡലം പ്രസിഡന്റ് ജോഷി ആന്റണി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി MR അഭിലാഷ് മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ജോൺ പഴേരി, CUC സംസ്ഥാന കോർഡിനേറ്റർ ജോസഫ് മാർട്ടിൻ, സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി എന്നിവർ സംസാരിച്ചു. ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്ക് നമ്മളുടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന നമ്മളുടെ ബഹുമാനായ ഏത് പ്രവർത്തനത്തിലും എവിടെ പാളിച്ച വന്നാലും ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു ജില്ലാ മണ്ഡലം ഭാരവാഹികളായ വിജയ് ഷേജിൻ സ്വാഗതവും സമ്മേൽ അരിശ്ശേരി നന്ദിയും പറഞ്ഞു. KA ജെൽട്ടൻ, ജോളി വലിയ വീട്ടിൽ, തോമസ് ആന്റണി, TA ജോർജ്, PA ബാബു, ശ്രീനി പൈ, VT ആന്റണി, പീറ്റർ ഷീൻ, ജിനു K വിൻസെന്റ്, രാജൻ കൈതവളപ്പിൽ, ആന്റണി പുളിയനത്ത്, പീറ്റർ കണ്ണമലി, സജി ഫ്രാൻസിസ്, ജാൻസൺ കാളിപ്പറമ്പിൽ, നിഷാന്ത്, ജോസി പുളിക്കൽ, ജോളി ആന്റണി, അനീഷ് വടക്കേ വീട്ടിൽ, ഗണേശ് ഇലഞ്ഞിക്കൽ, ബിജു മാത്യു, ആൽബി, ഫ്രാൻസീന ഫ്രാങ്ക്ലിൻ, മെറ്റിൽഡ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ജോഷി, മെറ്റിൽഡ മൈക്കൽ, പഞ്ചായത്ത് മെമ്പർ ഗ്രേസി ജസ്റ്റിൻ, പ്രശാന്ത്, ടോപ്സി, ബിജു മാത്യു, രാജു കുരങ്ങത്തറ, അമ്മിണി ജോസഫ്, ജോസി പഴേരി, പോൾ തൈക്കൂട്ടത്തിൽ, ഡെൽറ്റൻ ജെയിംസ് തൊഴുത്തുങ്കൽ, ഫ്രാൻസിസ് പ്രദീപ്, ആന്റണി കുറുന്തോടൻ, ലോറപ്പൻ, IB, രാജി, ജോയി, സേവ്യർ പുത്തന്തോട, ഫ്രാൻസിസ് ചുള്ളിക്കൽ, ജോമോഷ് എന്നിവർ നേതൃത്വം നൽകി. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുണ്ടാക്കിയ പുതിയ നിയമങ്ങൾ അതും മത്സ്യത്തൊഴിലാളികളെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നൽകി വരുന്ന ആനുകൂല്യങ്ങൾ അത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള വീടിന്റെ കാര്യത്തിലാണെങ്കിലും മെയിൻ്റനൻസിന്റെ കാര്യത്തിലാണെങ്കിലും. ന്യൂസ് ബ്യൂറോ, കണ്ണമാലി.